ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ ഇന്നലെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. പലർക്കും അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പലരും നിരാശയിലാണ്. വിചാരിച്ച സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി അതേ സ്കൂളിൽ തന്നെയാണ്, നോ ചേഞ്ച് എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന രീതിയിൽ മെസ്സേജ് വന്നു അല്ലേ. അങ്ങനെ പല ടൈപ്പ് കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ തീരെ അഡ്മിഷൻ കിട്ടാത്തവർക്കും അതുപോലെ അഡ്മിഷൻ കിട്ടിയവരും എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തൊക്കെയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന കാര്യമാണ് സാറ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം അഡ്മിഷൻ ലഭിച്ച കുട്ടികളോട് പറയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളോട് വേണ്ടി പറയാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ അഡ്മിഷൻ എടുക്കണം അല്ലേ. നമ്മൾ +1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. അത് സെയിം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സെയിം സ്കൂളിൽ തന്നെയാണ്. നമുക്ക് ഇനിയും സ്കൂൾ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ടെമ്പററി അഡ്മിഷൻ തന്നെ തുടരാം. ഓക്കെ, അതല്ല ഇനി വേണ്ട, ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങളിനി തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ടെമ്പററി അഡ്മിഷൻ ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവും, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു സ്കൂളിൽ കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നും കൂടി ഹയർ ഓപ്ഷനിൽ കൊടുത്ത സ്കൂളിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടെ പോയിട്ട് ഒന്നെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. എന്ന് ചെയ്യണം, 12-ാം തീയതി, അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ട സമയം. വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് രക്ഷിതാവിൻ്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളിപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഇപ്പോൾ അതാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയപ്പോൾ 4ാമത്തെ ഓപ്ഷനിൽ, ഹയർ ഓപ്ഷനായ 4ാമത്തെ ഓപ്ഷനിൽ സ്കൂൾ കിട്ടി. പക്ഷേ നിങ്ങൾക്ക് അതൊന്നല്ലേ വേണ്ടത്, നിങ്ങൾക്ക് 1, 2, 3 കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. അടുത്ത അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട്, തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് ഏകദേശം 19-ാം തീയതിയൊക്കെ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാം തേർഡ് അലോട്ട്മെൻറ്റ്. അതല്ല ഇനി നിങ്ങൾ ഇപ്പോൾ കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റിൽ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഓക്കെ അല്ലേ. അത് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അടുത്ത കാര്യം പറയാനുള്ളത്, ഇതേ സമയത്ത് തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയും അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ നമ്മുടെ സാധാ മെറിറ്റ് കോട്ടയിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, ഒന്ന് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അഡ്മിഷൻ എടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തില്ല, പെർമനൻ്റ് എന്നോ അല്ലെങ്കിൽ ടെമ്പററി എന്നോ അഡ്മിഷൻ ഇല്ല. അവിടെ പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിറ്റി കോട്ടയിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത ഓപ്ഷൻ, അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ എന്ത് ചെയ്യുക, ടെമ്പററി ആയിട്ട് എടുക്കുക. കമ്മ്യൂണിറ്റി കോട്ട അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ. അതല്ല നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അവിടെ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, അടുത്ത പോയിന്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലേ. നിങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ കയ്യിൽ പിടിക്കണം അല്ലേ. അത് നിങ്ങൾ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ പോയിട്ട് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ സ്കൂളിൽ നിന്നും പ്രിൻ്റ് എടുത്ത് തരാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മറ്റു സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോയാൽ മതി. നിങ്ങളുടെ ബോണസ് പോയിന്റുകൾ, അർഹതയുള്ള അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ടൈ ബ്രേക്കറിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, TCയും അതുപോലെ CCയും, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കണ്ടക്ട് സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും ഒറിജിനൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് ഫീസിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്രയാണോ ഫീസ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, PTA ഫണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു വർഷത്തേക്ക് 100 രൂപ മിനിമം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ആ 100 രൂപ തന്നെ SC, ST, OEC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. 100 രൂപ മറ്റു കാറ്റഗറിപ്പെട്ടവർക്ക് 100 രൂപ കൊടുക്കേണ്ടി വരും PTA ഫണ്ടായിട്ട് ഒരു വർഷം. മാക്സിമം 400 രൂപ വരെ വാങ്ങാൻ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ 400 രൂപ എന്ത് ചെയ്യണമെന്നില്ല, നിർബന്ധമായിട്ടും തരണം, അല്ലെങ്കിൽ സീറ്റ് തരില്ല. ആ രീതിയിലേക്ക് സ്കൂൾ മാനേജ്മെൻറ്റിന് പറയാൻ യാതൊരു റൈറ്റ്സും ഇല്ല. 100 രൂപ വരെ എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കാം. 100 രൂപയിൽ കൂടുതൽ 400 രൂപ വരെ ആവശ്യപ്പെടാം. നമ്മൾ വില്ലിങ് ആണെങ്കിൽ, ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ പേരിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഫീസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഒരു ഫീസ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സയൻസ് ഗ്രൂപ്പിന് ഒരു ഫീസ്, അതുപോലെ തന്നെ മറ്റു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന് വേറൊരു ഫീസ്, അങ്ങനെ ഉണ്ടാവും. സയൻസിന് പ്രത്യേകം ഫീസ് ഉണ്ട് അല്ലേ, ഒരു 50 രൂപയൊക്കെ എക്സ്ട്രാ വരും. അതിന് പുറമെ PTA ഫണ്ട് ഉണ്ടാവും. PTA ഫണ്ടിൽ 100 രൂപ മാൻഡാറ്ററി ആണ്. അത് SC, ST, OEC വിഭാഗക്കാർക്ക് വേണമെന്നില്ല. മറ്റു വിഭാഗക്കാർക്ക് 100 രൂപ മാൻഡാറ്ററി ആണ്, നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് 400 രൂപ വരെ ആവശ്യപ്പെടാം, അത് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
യെസ്, അലോട്ട്മെൻറ്റിലേക്ക് ഇനി നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി അല്ലേ, അലോട്ട്മെൻറ്റ് കിട്ടി. പക്ഷേ നിങ്ങൾ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ നിങ്ങൾ പ്രവേശനം നേടിയില്ലെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക്, തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങളെ അപേക്ഷ റിജക്റ്റ് ചെയ്യും. hscap.kerala.gov.in എന്ന സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, തള്ളിക്കളയും. പിന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പിന്നെ അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അതൊന്നും നോക്കേണ്ട, നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം, താൽക്കാലികമായിട്ടെങ്കിലും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത പോയിന്റ്, ലാസ്റ്റ് ചാൻസ്. ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയത് കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും സീറ്റ് കിട്ടാത്തവരുണ്ടാവും അല്ലേ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ ഞാൻ കഴിഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചിരുന്നു, ഞാൻ ശ്രുതി മിസ്സും പറഞ്ഞ ഒരു വീഡിയോയിൽ അല്ലേ. ഒരുപാട് അപേക്ഷ ഡിനൈഡ് ചെയ്തു അല്ലേ, ഒരുപാട് അപേക്ഷ തള്ളിപ്പോയി കാരണം അവർക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപേക്ഷയിൽ നിന്ന് പിന്തള്ളപ്പെട്ടവരും അതുപോലെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു അല്ലേ, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാതെ, എഡിറ്റ് കൊടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാതെ അപേക്ഷയിൽ നിന്ന് തള്ളപ്പെട്ടു പോയ ആളുകളുണ്ട് അല്ലേ. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയുള്ള ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം. എപ്പോഴാണ്? തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് വീണ്ടും അപേക്ഷ കൊടുക്കാം. അപ്പോൾ അതിൽ സ്കൂളുകളിൽ എത്രയൊക്കെ സീറ്റുകൾ വേക്കൻസി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അപേക്ഷ എന്ത് ചെയ്യണം, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവരും അപേക്ഷ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ തെറ്റായ വിവരം കൊടുത്തത് കാരണം അഡ്മിഷൻ ലഭിച്ചില്ല, അങ്ങനെയുള്ള കുട്ടികളും പിന്നെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ അത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കാണുന്നത് ആകെ 14 ജില്ലകളിലായി എത്ര സീറ്റുകളാണ് ബാക്കിയുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ജില്ല തിരിച്ചു, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എത്ര സീറ്റുകളാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആകെ ടോട്ടൽ എത്ര സീറ്റുകളുടെ ബാക്കിയുണ്ട്? തിരുവനന്തപുരത്ത് 4048 സീറ്റുകളുണ്ട്. അതുപോലെ ഓരോ ജില്ലയിലും ഇപ്പോൾ 8057 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിൽ ബാക്കിയുള്ളത്. 14600ഓളം സീറ്റുകൾ എവിടെയുണ്ട്? മലപ്പുറം ജില്ലയിലുണ്ട്. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ 70100ഓളം സീറ്റുകൾ. ഓക്കെ, 70100 സീറ്റുകളാണ് ആകെ നമ്മുടെ സംസ്ഥാനത്ത് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇത് നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റിലും പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ഉള്ള സീറ്റുകളാണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ജനറൽ മെറിറ്റ് സീറ്റുകളല്ല. ഈ പറഞ്ഞിട്ടുള്ള 70100 സീറ്റുകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ജനറൽ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റുകളല്ല, സംവരണ സീറ്റുകളാണ്. അത് നിങ്ങൾക്ക് ഇപ്പുറത്ത് അടുത്ത പേജിൽ കാണാം. ഓക്കെ, ജനറൽ സീറ്റുകളുടെ അവസ്ഥ ഇതാണ്. ജനറൽ സീറ്റുകൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വേക്കൻറ്റ് സീറ്റ്സ് 0. ഓക്കെ, കൊല്ലത്ത് 7 സീറ്റുകളാണ് ബാക്കിയുള്ളത്. പത്തനംതിട്ട 0 അല്ലേ. അതുപോലെ ആലപ്പുഴ 4 സീറ്റുകൾ, കോട്ടയം 0, ഇടുക്കി 0, എറണാകുളം 2, തൃശ്ശൂർ 0, പാലക്കാട് 21 സീറ്റുണ്ട്. ഓക്കെ, പാലക്കാടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് ബാക്കിയുള്ളത്. അതുപോലെ കോഴിക്കോട് 0, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം 0. ജനറൽ സീറ്റുകൾ ഇല്ല. അപ്പോൾ ബാക്കി വന്നാൽ നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ 14600ഓളം സീറ്റുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതെല്ലാം മറ്റു റിസർവേഷൻ, OBC, ഹിന്ദു, SC ST, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, സംവരണങ്ങളുണ്ട്. അവർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടുള്ള സീറ്റുകളാണ് ആ പറഞ്ഞിട്ടുള്ള എത്ര സീറ്റുകൾ മക്കളെ? 70100ഓളം സീറ്റുകൾ. ഈ 70100ഓളം സീറ്റുകൾ ഇനി എന്ത് ചെയ്യും? അത്രയും സീറ്റുകൾ ബാലൻസ് ഉണ്ട്. അപേക്ഷകര ഒരുപാട് കുട്ടികൾക്കാണ് കിട്ടിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ പരിപാടി? അതായത് മക്കളെ, ഈ കൊടുത്തിട്ടുള്ള സീറ്റുകളുണ്ടല്ലോ, ബാക്കിയുള്ള ബാലൻസ് ഉള്ള സീറ്റ്, അവിടേക്ക് ആവശ്യമായ അപേക്ഷകൾ വന്നില്ലെങ്കിൽ, അതായത് SC STക്കാർ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ OECക്കാർ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് അതായത് അംഗവൈകല്യമുള്ള കുട്ടികളുടെ അപേക്ഷകളില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അതെല്ലാം ജനറൽ മെറിറ്റ് സീറ്റുകളായി മാറും. ഓക്കെ, ജനറൽ മെറിറ്റ് സീറ്റുകളായി മാറും. എപ്പോൾ? നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കേ മാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി കാത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ 70100ഓളം സീറ്റുകൾ എന്ത് ചെയ്യും? അത് മെറിറ്റിലേക്കൊക്കെ മാറും. ചിലപ്പോഴൊക്കെ ഇതിലൊരു 20000 കുട്ടികളൊക്കെ ചിലപ്പോൾ അതേ റിസർവേഷനിൽ ചിലപ്പോൾ അഡ്മിഷൻ നേടുമായിരിക്കാം. എന്നാലും നമുക്കൊരു 10,000-40,000ഓളം സീറ്റുകൾ ബാലൻസ് ഉണ്ട്. അതെല്ലാം ജനറൽ സീറ്റുകളായിട്ട് മാറും. അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ തന്നെ നമ്മുടെ +1 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് രീതിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ മാത്രമല്ല ഇതിൽ അപേക്ഷിച്ചിട്ടുള്ളത്.
VHSC അപേക്ഷിച്ചവരുണ്ടാവും അല്ലേ, പോളിടെക്നിക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോളിടെക്നിക് അപേക്ഷിച്ച കുട്ടികളുടെ അവരെല്ലാം കൊഴിഞ്ഞുപോക്കുണ്ടാവും. നിങ്ങൾക്ക് ഒരു എന്താ പറയുക +1 സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സീറ്റുകൾ ബാലൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, സമാധാനമായിട്ട് കാത്തിരിക്കണം. ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ഓരോ സ്കൂളിൻ്റെയും എത്ര സീറ്റുകളാണ് അവിടെ ബാലൻസ് ഉള്ളത് എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൈറ്റിൽ വരും. hscap.kerala.gov.in എന്ന സൈറ്റിൽ വരും. അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. കിട്ടിയവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. കിട്ടാത്തവർ നിരാശപ്പെടേണ്ടതില്ല. എല്ലാവർക്കും ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ സ്കൂളിലും അതുപോലെ ആ ഒരു സബ്ജക്റ്റ് ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.